ഇന്നലെ രാത്രി ചിറയൻകീഴ് ആശുപത്രിയിൽ നിന്ന് പാമ്പ് കടിയേറ്റ ദീക്ഷിലിനെ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിയാർ അല്ലേ? എന്താണ് ഇന്നലെ എത്ര മണിക്കാണ് ആംബുലൻസ് വിളിക്കുന്നത്? 2:45 മണിയാവും. ആ ടൈമിലാണ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് വന്ന് എന്നെ ഓട്ടം വിളിക്കുന്നത്. വിളിച്ച് അകത്ത് ചെന്നപ്പോഴത്തേക്ക് കൊച്ചി മൊത്തത്തിലൊരു വിറയലും കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എന്തോ കടിച്ചതാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, കഫവും കണ്ട മണ്ടയിൽ കയറിയതാണ് എന്നിങ്ങനെ 2 ഓപ്ഷൻ അവർ പറഞ്ഞായിരുന്നു. ആ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചിനെ ഞാൻ ഇവിടുന്ന് എടുത്ത് ഏകദേശം കോരാണി എത്താറായപ്പോഴത്തേക്കും കൊച്ചി മൊത്തത്തിലങ്ങ് ഇതായി, ഒരു മൊത്തത്തിൽ കുഴഞ്ഞങ്ങ് ഇതായി. അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും ചോദിച്ച് തൊട്ടടുത്ത് മിഷൻ ഹോസ്പിറ്റലുണ്ട്, ഇനി അതേ ഉള്ളി ഏരിയക്കകത്തെത്തി വലുതായിട്ട്, അപ്പോൾ അവിടെ കയറ്റി എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പോരെന്ന് വെച്ചപ്പോഴത്തേക്ക് ഏകദേശം മിഷൻ ഹോസ്പിറ്റലിൽ കഴക്കൂട്ട് എത്താറായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വേണ്ട, മെഡിക്കലിൽ തന്നെ പോട്ടെന്ന് പറഞ്ഞു. മെഡിക്കലിൽ കൊണ്ടെത്തിച്ച് കൊച്ചു മൊത്തത്തിൽ ഇതായി. അതിൻ്റെ അകത്ത് കയറി പറഞ്ഞു കൊച്ചിന് ഒരു ചെറിയൊരു ഇടുപ്പ് മാത്രമേ ഉള്ളൂ, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല, നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഈ ആംബുലൻസിൽ ഈ കുട്ടിയെ കയറ്റുമ്പോൾ പാമ്പ് കടിച്ചതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞതും എന്തോ കടിച്ചിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടുകാരുടെ അടുത്ത് ഞാൻ മെഡിക്കലിൽ ചെന്ന് ചോദിച്ചപ്പോൾ കൊച്ചിൻ്റെ അച്ഛനും പറഞ്ഞു എന്താണ് കടിച്ചതെന്ന് അറിയില്ല, മോൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് എന്തോ വലിയൊരു സാധനം കാലിൽ കടിച്ച് എന്ന് മാത്രമേ മോനും പറഞ്ഞോളൂ, അവൻ കരച്ചിലായിരുന്നു, എണീച്ചിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ആശുപത്രിയിലെ, അതായത് ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ചെല്ലുന്ന സമയത്ത് കുട്ടി നല്ല രീതിക്ക് അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. അതായത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിറയിലും ശരീരം മൊത്തത്തിൽ ഒരു വിറയിലും കരച്ചിലുമായിരുന്നു, നല്ല വെപ്രാളം വന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു. അപ്പോഴേ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എൻ്റെ അടുത്ത് വണ്ടിയിലോട്ട് റെഫർ ചെയ്യുന്ന വണ്ടി. ഏകദേശം എത്ര മണിക്കാണ് നിങ്ങളുടെ അറിവിൽ ഈ കുട്ടി ഇവിടെ കൊണ്ടുവന്നത്? അറിവിൽ അവർ, അതായത് രക്ഷകർത്താക്കൾ പറഞ്ഞ നൈറ്റ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചിലപ്പം കയറി കിടന്ന് ഉറങ്ങും, അപ്പോൾ ആരും വന്ന് വിളിക്കണമെങ്കിൽ മാത്രമേ എനിക്കൂ. അപ്പം രക്ഷകർത്താക്കൾ പറഞ്ഞത് വെച്ചിട്ട് 2 മണി 2:45 ആ ടൈമിനൊക്കെയാണ് ഇവിടെ കൊണ്ട് കയറിയെന്നാണ്, 2 മണി ടൈമിനൊക്കെയാണ് വന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആംബുലൻസ് വിളിക്കുന്നത് എങ്ങനെ വന്നാലും 2:50 ആയപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ച് ഞാൻ വണ്ടി അകത്തെടുത്തിട്ട് പേഷ്യന്റിനെ കയറ്റുന്നത്. ഏകദേശം ഈ ആശുപത്രിയിൽ എത്തിച്ച് ഒരു അരമണിക്കൂർ കൂടുതലായതിനു ശേഷമാണ് ആംബുലൻസ് വിളിക്കുന്നത്. അതായിരിക്കാം കാര്യം. ഹോസ്പിറ്റലിൽ വന്ന ടൈം കറക്റ്റ് എനിക്ക് അറിയത്തില്ല, അവർ പറഞ്ഞതേ എനിക്കറിയത്തുള്ളൂ. അരമണിക്കൂർ എന്തായാലും ആവാതിരിക്കത്തില്ല, കാര്യം അവർ മെഡിസിനൊക്കെ കൊടുത്തിട്ടല്ലേ ഇതാക്കത്തുള്ളൂ. എന്തായാലും ഇന്നലെ രാത്രി 2:30 2 മണിക്ക് ശേഷം 2:30 ആശുപത്രിയിൽ എത്തുന്നത്. 3 മണിയോടുകൂടി 2:50 3 മണിയോടുകൂടി ആംബുലൻസ് വിളിക്കുന്നു. ആശുപത്രിക്ക് തൊട്ട് മുന്നിലുള്ള ഈ ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസിലാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ബന്ധുക്കളും ഡോക്ടർമാരും പറയുന്നത്. എന്തായാലും SAT ആശുപത്രിയിൽ എത്തിയപ്പോൾ ചെറിയൊരു തുടിപ്പ് ആ കുട്ടിക്കുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ഷിയാർ പങ്കുവയ്ക്കുന്നത്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.